ഷോർട്ടിൻ്റെ ട്രേഡിങ് എടുത്ത് ചേട്ടാ. ആ പൊന്നോ, എന്തൊരു ഫുൾ ബാക്ക് അത്. ഓക്കെ, ഒരു ഇത് ചെയ്യണം കേട്ടാ, ക്ലീനിങ്ങും എല്ലാം ഉണ്ട്. കാറ്റടിക്കുന്നില്ല, ആ പോസ്റ്റ് കിടന്ന് അടിക്കുന്നു. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ, ചെറിയൊരു ഇത് കാണാം. മഴ വീണു കേട്ടാ. ഓക്കെയാണ്, അടിപൊളി മഴ. കഴിക്കേണ്ട പ്ലാനിങ് കേട്ടാ. ജസ്റ്റ് ഇതൊന്ന് കഴിച്ചിട്ട് എന്തിനാണ് കുറച്ച് നേരം ഫോൺ കളിക്കുന്നു. വലിയ പരിപാടിയൊന്നുമില്ല, ചെറുതാ. ഇത് ഉണ്ടാക്കിയിട്ട് കുറേ നാളായി, അതുകൊണ്ടൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാ. മാഗി കഴിച്ചിട്ട് നിർത്തുമായിരുന്നു, പിന്നെ ഉണ്ടാക്കിയിട്ട് കുറേ നാളായി കഴിച്ചിട്ട് കൊതി തോന്നി. ഗൈസ്, എല്ലാവരും ഗുഡ് മോർണിംഗ്. ഫുഡിന് വേണ്ടി റെഡിയാക്കണം, കറിക്ക് ഫുഡ് ഉണ്ടാക്കണം, കറിക്ക് കഴിക്കാൻ പോകണം കേട്ടോ. ഉണ്ടാക്കണേലാണ് നേരത്തെ പോകാൻ പറ്റാത്ത, സമയമായില്ല. 6:35 ഉള്ളൂ. ഇനിയുണ്ട് 25 മിനിറ്റ്. ഫുഡും കഴിച്ച് ഡ്രസ്സും മാറി കറക്റ്റ് പറഞ്ഞൊരു 10 മിനിറ്റും കൂടി ഉണ്ട്. അതിനുമുമ്പ് അതൊന്ന് തുണിയൊന്ന് കഴുകിയിട്ട് പോകണം. ഒന്ന് ചെടി നോക്കട്ടെ. ആ, നാളെ കൊണ്ട് റെഡിയാകുമോ എന്താ. അയ്യോ, ഒന്നും പറയണ്ട ഗൈസ്, ഒന്നും പറയണ്ട. 2-3 ഫോട്ടോ കൂടി എടുക്കാറുണ്ട്, അതും കൂടി എടുത്തിട്ട് അയച്ചു കൊടുക്കണം. ക്ലീനിങ് ഡേ ഫോട്ടോ ഉണ്ടല്ലോ, ഞാൻ ക്ലീൻ ഇന്നലെ ചെയ്ത്, ഇന്നാണ് അയച്ചു കൊടുക്കേണ്ടത്, ഫ്രൈഡേ. ഇന്നലെ നല്ല മഴയും പെയ്തായിരുന്നു. അയ്യോ, കാറ്റൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോയി അവൻ ക്ലീൻ ചെയ്തതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കും. ഫോട്ടോ എടുത്ത് കൊടുക്കണം. ഫോട്ടോ എല്ലാം അയച്ചിട്ടുണ്ട്. ഇനി പോയി എല്ലാ സൈറ്റും ഒന്ന് ചെക്ക് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ. ആ, സൈറ്റിലെ സ്കാഡ കിട്ടണ്ട കേട്ടോ, നമ്മളവിടെ നിന്ന് ഉള്ളാൻ പോണത്. ഒന്ന് സൈഫ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഔട്ട് പെട്ടെന്ന് കുറഞ്ഞോളൂ. 20 കൂട്ടി വെച്ചാൽ വലിയ കുറഞ്ഞോളൂ. അവൻ വരുമ്പോൾ അവൻ ആവശ്യത്തിന് കൂട്ടി വെച്ചു മാത്രമേ വീണ്ടും കൊന്നു. എൻ്റെ കയ്യിൽ നിന്ന് 3ാമത്തെ ചാവണതാണ്. കമ്പ്യൂട്ടർ ബേസിൽ എല്ലാം സെറ്റാണ്, കുഴപ്പമില്ല. ഇത് ഓക്കെയാണ്. അനാലിസിസ് ഷോക്കായിട്ടിരിക്കുന്നു. ഇപ്പോൾ സൈഡ് വൈസ് ഉണ്ടോയെന്നൊന്നും നോക്കണില്ലേ. ടൈം കഴിഞ്ഞു. ഇനിയുള്ള ടൈമിന് ഇനി എടുക്കും, ടൈം എടുക്കും. 4-5 മണിക്കൂറുണ്ട്. കണ്ട പരിപാടി കേട്ടോ. ഞാൻ വരയ്ക്കുന്ന ഇതാണ്, ബോർഡർ ലൈനാണ് നോക്കണത്. പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റാവണില്ല കേട്ടോ. ഒരു മാച്ചും വരണില്ല. ബോർഡർ ലൈനാണ് നോക്കണത്, പക്ഷേ അങ്ങോട്ട് സെറ്റാവണില്ല. ഒന്നും പറയണ്ട ഗൈസ്, ഒന്നും പറയണ്ട. റഫ് ഡ്രോയിങ് എന്ന് പറയുമല്ലോ, നോക്കണത് ഒന്നും അങ്ങോട്ട് ശരിയായി വരുന്നില്ല ഗൈസ്. അയ്യോ അയ്യോ, നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻലെറ്റ് ഒന്ന് 50 പോയിന്റോളം കുറയ്ക്കണം. ട്രേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. SL ചേർത്താണ്, 15 രൂപയേ ഉള്ളൂ. കുഴപ്പമില്ല, ഓക്കെയാണ്. അടിച്ച് കേട്ടാ, ഓക്കെയാണ്. ഉണ്ടാക്കിയിട്ട് കയറി ഗൈസ്. ട്രേഡും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 1:8 എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 20, 50, 10. SL ചെറുതാണ്, കാരണം ഈ മൂവ്മെൻറ്റ് ക്യാൻഡിലിൻ്റെ സൈസ് ഇത് കാണിക്കണില്ല, പവർ കാണിക്കണില്ല. ഒരു ചെറിയ ക്യാൻഡിൽ തന്നെ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിലെ ക്യാൻഡിലിന് പവർ കുറവാണ് ഇപ്രാവശ്യം. ഒരു 10-15 പിപ്പ് പോലും ഇല്ല. പവർ കുറവാണ്. മൂവ്മെൻ്റ് ഉണ്ട്, പക്ഷെ പവർ കുറവാണ്. പ്ലസ് അടിച്ചാൽ കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന് വലിയ ഷുഗറുള്ള കേസായി കൂട്ടും. ഞാൻ എല്ലായിടം പോയി ചിക്കൻ പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഓർഗനൈസേഷൻ്റെ ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഇന്നലെ നടന്ന പ്രത്യേകം എന്തൊരു ഹെവി റെയിൻ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഡ്യൂട്ടിക്ക് കിടന്നുറങ്ങി, ഫുഡൊക്കെ ഉണ്ടായി കിടന്നുറങ്ങി. പിന്നെ അടുത്ത ട്രേഡിങ് എന്തോ ചെറുതായിട്ട് എന്തോ കിട്ടിയെന്ന് തോന്നുന്നു. ഇന്നലത്തെ ഒരെണ്ണം എന്തോ കിട്ടിയെന്ന് തോന്നുന്നു. രാത്രി എടുത്ത് ഉറങ്ങി, ഫുഡുണ്ടാക്കി കഴിച്ച്, രാവിലെ എണീറ്റ് വീണ്ടും ഉച്ചക്കുള്ള ഫുഡുണ്ടാക്കി ഡ്യൂട്ടിക്ക് കയറി. കുഴപ്പമില്ലാതെ പോയി. ഇന്ന് പിന്നെ ചെക്കിങ്ങിനാരും വന്നിട്ടില്ല. പിന്നെ വൈകുന്നേരം ഇപ്പോഴത്തെ ട്രേഡിങ് നോക്കി 2 വശം അടിച്ച്
ഓക്കെയാണ്, കുഴപ്പമില്ല, എല്ലാം സെറ്റാവും. പിന്നെ ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം പോയി ഒന്ന് കമ്പ്യൂട്ടറൊക്കെ ഒന്ന് ചെറുതായിട്ട് നോക്കിയിട്ട് പിന്നെ എഡിറ്റിങ് എല്ലാം ചില്ലറ പരിപാടിയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. വേറെ ഇനി ഒന്നുമില്ല, അതെ എഡിറ്റിങ്ങും പടമൊക്കെ ചെറുതായിട്ട് വരച്ചിട്ടുണ്ട്. അത് നോർമലി ഹോബി പോലെ ചെയ്തുകൊണ്ടിരിക്കുക.